അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയ. വിജ്ഞാനം യമനി പാരമ്പര്യമാണ്, വിശ്വാസവും യമനി പാരമ്പര്യമാണ്. കേരളത്തിന്റെ സുഹൃതവും അത് തന്നെയാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഈമാനിക വിഷയങ്ങളുടെ സംരക്ഷകനായ മഹാനായ മുല്ലക്കോയ തങ്ങൾ കടന്നു വന്നത് യമനി പാരമ്പര്യത്തിന്റെ ഗണ്ണിയായിട്ടാണ്. വിജ്ഞാനത്തിന്റെ പണ്ഡിത കേസരി എന്നറിയപ്പെടുന്ന ശംസുൽ ഉലമാ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോകം തന്നെ പ്രിയപ്പെട്ടവർ ആലിമുൽ ആലമെന്ന് പരിചയപ്പെടുത്തിയ സയ്യിദ് അലവി മാലിക്കി മഹാനായ ശംസുൽ ഉലമയെ കണ്ടപ്പോ അവിടുത്തെ വടിയെടുത്തിട്ട് നിലത്ത് കുത്തിപ്പിടിക്കുന്ന ഭാഗം എടുത്ത് ചുംബിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ ചുംബിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, അത് മണ്ണിൽ തട്ടുന്ന സ്ഥലം പോലും ചുംബിക്കാൻ ഞാൻ അർഹരല്ല, ഇത് പണ്ഡിത സൂര്യൻ തന്നെയാണെന്ന് പറഞ്ഞ് ലോകത്ത് ഏറ്റവും വലിയ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത പണ്ഡിതനാണെന്ന് പറഞ്ഞ ആ വിജ്ഞാനത്തിന്റെ സാഗരം കടന്നു വന്നതും വൽ ഹിക്മത്തു യമാനിയ, വിശ്വാസത്തിന്റെ പാരമ്പര്യവും വിജ്ഞാനത്തിന്റെ പാരമ്പര്യവും യമനി പാരമ്പര്യമാണ്. ആ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വരക്കൽ തങ്ങളും തലോടിയ സംഘടനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SKSSF എന്ന് പറയുന്ന സംഘടന 1989 ഫെബ്രുവരി 19 തുടങ്ങിയ പ്രയാണം 25 വർഷം പിന്നിട്ട ഇന്ന് കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിശക്തമായ വേരോട്ടമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിനയത്തിന്റെ മാർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. സേവന പാതയിൽ അത് ശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് പ്രദേശ് അസോസിയേറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഇബാദ് എന്ന് പറയുന്ന ഒരു വിങ്ങിലൂടെ ഇസ്ലാമിന്റെ പ്രഭയെ അന്യ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ സംസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തകർ. അപ്രകാരം തന്നെ ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ